എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന 6 സിനിമകളുടെ ഏറ്റവും പുതിയ കേരള വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരോട് പറയുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ഡിനോ ഡെന്നിസിന്റെ സംവിധാനത്തിൽ നമ്മുടെ മെഗാസ്റ്റാർ നായകനാക്കി ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബസൂക്ക. നിലവിൽ 9 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ബസൂക്ക എന്ന സിനിമയുടെ 9 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മറ്റു സിനിമകളെ മറ്റു മലയാള സിനിമകളെ വെച്ച് നോക്കുമ്പോൾ വളരെയധികം കളക്ഷൻ കുറവാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതോടെ ആദ്യ 9 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 12,30,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ കേരള ഷെയർ കളക്ഷൻ, അതായത് കേരളത്തിൽ നിന്ന് നിർമ്മാതാവിന് കിട്ടുന്ന കളക്ഷൻ 5 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അതേസമയം ബസൂക്ക എന്ന സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 9 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 25 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഏപ്രിൽ മാസം 10-ാം തീയതി തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ വിഷു വിന്നറായി മാറിയ സിനിമ കൂടിയാണല്ലോ ആലപ്പുഴ ജിംഖാന. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ നേസ്ലിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി ഹെവി പോസ്റ്റ് അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 9 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിട്ടിരിക്കുകയാണ്. 9 ദിവസമായി ഇന്നലെയും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. 2,50,00,000 ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം നേടിയെടുത്തിരിക്കുന്നത്. ഇതോടെ ആദ്യ 9 ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷൻ 25 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ കേരള ഷെയർ കളക്ഷൻ മാത്രം 10 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ 9 ദിവസമായി ഇന്നലത്തെ കളക്ഷനോടെ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 42 കോടി 43 കോടി റേഞ്ചിലേക്കും എത്തപ്പെടുന്നതാണ്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാൻ. അതേസമയം ബേസിൽ ജോസഫ് നായകനായി ടോവിനോ തോമസ് നിർമ്മിച്ച് ശിവപ്രസാദ് സംവിധാനം ചെയ്ത് ഏപ്രിൽ മാസം 10-ാം തീയതി വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ ഡാർക്ക് ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ മരണമാസ്. 9 ദിവസമായി ഇന്നലെ മാത്രം ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 80 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 9 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും മാത്രം 9 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. അതേസമയം ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രം ആദ്യ 9 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 13 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അപ്പോൾ വിഷു പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാള സിനിമകളിൽ ആലപ്പുഴ ജിംഖാനയ്ക്ക് ശേഷം മികച്ച കളക്ഷനുമായി മുന്നേറുന്ന സിനിമ കൂടിയാണ് മരണമാസ്. ഇനി തലാജിത്ത് നായകനായി തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ഗുഡ് ബാഡ് അഗിൾ എന്ന സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യ 8 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടി ക്ലബിൽ കയറിയെന്നുള്ള പോസ്റ്ററാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തുവിട്ടിരിക്കുന്നത്. 9 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 30 ലക്ഷം രൂപയാണ് ഗ്രോസ് നേടിയിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ആകെ കേരള ഗ്രോസ് കളക്ഷൻ വെറും 9 ദിവസം കൊണ്ട് 4,05,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യ 9 ദിവസം കൊണ്ട് 125 കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ 9 ദിവസം കൊണ്ട് 210 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സമീപകാലത്ത് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ 5 സിനിമകളിൽ വെച്ച് ഏറ്റവും മികച്ച കളക്ഷൻ നേടുന്ന സിനിമ കൂടി ഇതിനോടകം തന്നെ ഗുഡ് ബാഡ് അഗിൾ മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. ഇനി കഴിഞ്ഞ മാസം ഈദ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും വലിയ ബിഗ് ബഡ്ജറ്റ് പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയ സിനിമ കൂടിയാണല്ലോ L2 എമ്പുരാൻ. നിലവിൽ 23 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ 23 ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 15 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ആദ്യ 23 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 85 കോടി 80,00,000 എത്തിയിരിക്കുകയാണ്. അതേസമയം ആദ്യ 23 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് സംബന്ധമായ അപ്ഡേറ്റുകളിലേക്ക് വരികയാണെങ്കിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് 263 കോടിയിലേക്ക് എത്തപ്പെട്ടു എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചിത്രത്തിന്റെ ഒഫീഷ്യലായിട്ടുള്ള വേൾഡ് വൈഡ് ഫിഗർ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഈ ആഴ്ചയോടെ തന്നെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ദളപതി വിജയുടെ ഇന്നലെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ സിനിമ കൂടിയാണല്ലോ സച്ചിൻ. 2005-ൽ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ വലിയ വിജയം നേടിയ സിനിമ ഇപ്പോൾ ചിത്രം വീണ്ടും 20 വർഷങ്ങൾക്ക് ശേഷം റിലീസ് നടത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ദിനം തമിഴ്നാട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട് ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ ദിനം 2 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അതേസമയം സച്ചിൻ എന്ന സിനിമയുടെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 3 കോടി 50 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന വേൾഡ് വൈഡ് ഗ്രോസും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഗില്ലി എന്ന സിനിമയ്ക്ക് ശേഷം വീണ്ടും വിജയുടെ റിലീസ് ചെയ്ത സിനിമയ്ക്ക് മികച്ച വരവേൽപ്പാണ് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ വരാൻ പോകുന്ന ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അടക്കമുള്ള ഏറ്റവും പുതിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.